മെയ് 31 മുമ്പായി സ്വന്തമായി പ്രവേശപരീക്ഷ നടത്തണമെന്ന ജെയിംസ് കമ്മിറ്റി നിർദ്ദേശം പാലിക്കാത്തതിനെ തുടർന്നാണ് സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് ഈ വർഷം സ്വന്തമായി പ്രവേശപരീക്ഷ നടത്തുന്നതിന് സുപ്രീം കോടതി അനുമതി നിഷേധിച്ചത്. 35% മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് സർക്കാർ മെറിറ്റ് ലിസ്റ്റിൽ നിന്നും പ്രവേശനം നൽകാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. പ്രവേശപരീക്ഷയിൽ 15% റാങ്കിനുള്ളവരെയാണ് പ്രവേശിപ്പിക്കേണ്ടത്. അതായത് 480 അടിസ്ഥാന മാർക്കുള്ള കുട്ടികളെ. മുസ്ലിം, ലത്തീൻ, കത്തോലിക്ക വിഭാഗങ്ങളിലുള്ളവർക്ക് 40% റാങ്ക് മതി. പക്ഷേ ഈ റാങ്കിനുള്ളിലുള്ളവർ ഭീമമായ മാനേജ്മെന്റ് ഫീസ് നൽകി പ്രവേശനം നേടുമോ എന്നതാണ് ഇനി കാണാനുള്ളത്. നിലവിൽ 8 ലക്ഷം രൂപയാണ് മാനേജ്മെന്റ് സീറ്റിൽ വാർഷിക ഫീസ് നൽകേണ്ടത്. ആദ്യ വർഷത്തെ ഫീസ് അടക്കുന്നതിനോടൊപ്പം വരും വർഷങ്ങളിലെ ഫീസ് അടക്കുമെന്ന ഉറപ്പുവരുത്താൻ 22 ലക്ഷം രൂപയുടെ ബാങ്ക് ഗ്യാരണ്ടിയും നൽകണം. ഇത്രയും ബാങ്ക് ഗ്യാരണ്ടി ലഭിക്കണമെങ്കിൽ 28 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിക്കുകയോ തുകയുടെ 2 ഇരട്ടി വില വരുന്ന വസ്തുവിന്റെ രേഖകൾ ബാങ്കിന് സമർപ്പിക്കുകയോ ചെയ്യണം. ഇത്രയും സാമ്പത്തിക കടമ്പകൾ കടന്ന് സർക്കാർ മെറിറ്റിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ പ്രവേശനം നേടാൻ ഇടയില്ല. അങ്ങനെയെങ്കിൽ മാനേജ്മെന്റ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കും. ഈ സാഹചര്യത്തിൽ ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിൽ പ്രവേശനം നൽകാൻ മാനേജ്മെന്റുകൾ വീണ്ടും കോടതിയെ സമീപിച്ചേക്കും. സ്വന്തമായി പ്രവേശപരീക്ഷ നടത്താനുള്ള അനുമതിക്കായി വീണ്ടും ശ്രമിക്കും. കഴിഞ്ഞ അധ്യയന വർഷം സർക്കാർ ലിസ്റ്റിൽ നിന്ന് പ്രവേശനം അനുവദിക്കണമെന്ന് ശാഠ്യം പിടിച്ച ജെയിംസ് കമ്മിറ്റി സമാന പ്രതിസന്ധി അഭിമുഖീകരിച്ചിരുന്നു. സർക്കാർ മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് കുട്ടികൾക്ക് മാനേജ്മെന്റ് സീറ്റിലേക്ക് പ്രവേശനം നേടാതിരുന്നതോടെ സ്വന്തം നിലക്ക് പ്രവേശപരീക്ഷ നടത്താൻ ജെയിംസ് കമ്മിറ്റിക്ക് അനുവാദം കൊടുക്കേണ്ടി വന്നു. സവാദ് മുഹമ്മദ്, മീഡിയ 1, തിരുവനന്തപുരം.